അമ്മ തോറ്റെടുത്ത് മോൻ ജയിക്കണം എന്ന് നിനക്ക് അധികാരമുണ്ട്. ഒന്നും ഞാൻ മറന്നിട്ടില്ലമ്മേ. അത് മതി. എന്റെ മക്കളല്ലാതെ എനിക്ക് മറ്റാരുമില്ല. മറ്റാരും. നിന്നിലൂടെ വേണം ഈ അമ്മയ്ക്ക് ജയിക്കാൻ. പെട്ടെന്ന് വാ. ഹലോ, അനന്തപത്മനാഭയ്യർ ഹിയർ. SP എന്താ ഉള്ളത്? SP എന്താ ഉള്ളതെന്നോ? ആ, എടോ, ഇപ്പോഴത്തെ SP അബ്രഹാം മാത്യു സാറാ. പാലക്കാട് വിളിച്ചാ കിട്ടും. കിഡ്സൺ ഹോട്ടലല്ലേ? സ്പെഷ്യൽ ബിരിയാണി റെഡിയാണോ എന്നറിയാൻ വിളിച്ചതാ. എടോ, ലാത്തി ബിരിയാണി ഉണ്ട് സ്പെഷ്യൽ. ഒരു പ്ലേറ്റ് എടുക്കട്ടെ? നോൺസെൻസ്. എടോ, ഇത് പോലീസ് സ്റ്റേഷനാ. ഓ, ഇവന്റെ ഒരു. എടോ കുഞ്ഞിരാമ, ഇതെന്താ പോലീസ് സ്റ്റേഷനോ അതോ സർക്കാർ ആശുപത്രിയോ? പുതിയ ഇൻസ്പെക്ടർ ചാർജ് എടുക്കുന്ന ദിവസമായിട്ട് സെക്ഷനിൽ ആളില്ലാണ്ട്. അതല്ല സ്വാമി ഞാൻ നേരത്തെ വന്നത്. വരുന്ന ആളെ പടമുള്ള ജാതിയാ. ഇടുക്കി ജില്ല അടിച്ചു പൊളിച്ചിട്ടാ വരവ്. അതിന് ഞാൻ എന്തിനോട് പേടിക്കുന്നത്? താനും ഈ നാട്ടിലെ ക്രിമിനൽസും പേടിച്ചാ പോരെ? സ്വാമി ഒരുതരം മാനഭംഗപ്പെടുത്തുന്ന വർത്തമാനം പറയരുത്. സ്വാമിന്റെ നേരത്തെ മുങ്ങലും ചിന്ന വീട് ഇടപാടും ഇതോടുകൂടി തീരും. ഇച്ചാനുണ്ടോ അച്ചു? ചെറിയാച്ച മൂലം ഒഴിവാ. മൂപ്പര് കേസിന് പോയതാവും. ആ പണ്ടാരടങ്ങിയ ഒരു കേസ്. അയാളെ കുടിയിലേക്ക് എടുക്കുമ്പോഴേ തീരുള്ളോ? പുതിയ ഇൻസ്പെക്ടർ നാടും കാടും വിറപ്പിക്കുന്ന ഒരു ചുണക്കുട്ടിയാണെന്ന് കേട്ടു. ചെറിയാച്ചൻ പഴയ ഒരു പോലീസുകാരനാണല്ലോ. ഇച്ചാൻ മുഖാന്തരം ഒന്ന് പരിചയപ്പെട്ടിരുന്ന ആ ഇൻസ്പെക്ടർ നേരത്തെ ഒന്ന് കയ്യിലെടുക്കാമെന്ന് കരുതി. ആ നിങ്ങൾ കയറ. I am അനന്തപത്മനാഭയ്യർ. റൈറ്റർ ലത്തീഫ്, സമദ്, രാജു, മോഹൻ, സലീം. പുറത്ത് കേൾക്കുന്നത്ര കുഴപ്പമുള്ള ഏരിയ ഒന്നും അല്ല സർ. കാളിയന്റെയും കുട്ടിയുടെ ഫോട്ടോ ഒന്നും ഇതിലില്ലേ? ഇല്ല സർ. പ്രജാവത്സലനായ കാളിയനാണോ നിങ്ങളൊക്കെ പോറ്റുന്നത്? സോറി സർ, ഉത്തരവാദപ്പെട്ട പലരുമാണ് അയാളെ പോറ്റുന്നത്. കാളിദാസൻ എന്നാ പഴയ പേര്. ഇപ്പൊ ഭദ്രകാളിയനാ. അയാളെ ഒറ്റയ്ക്ക് നേരിട്ട് ഐസക് സാറിന്റെ തൊപ്പി അടിച്ചു തെറിപ്പിച്ചവനാ കാളിയൻ. നാണക്കേട് കൊണ്ടാ പാവം ഐസക് സാർ രാജിവെച്ച് പോയത്. കാളിയമർദ്ദനം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. കാറ്റിന്റെ കൈകളിലൊരപ്പൂപ്പന്താടി എങ്ങോട്ട് കയറി വെട്ടും. കണ്ട സകല പഴുതും ഞാൻ അടച്ചു. ആദ്യമൊക്കെ തോറ്റാലും അവസാനം ചെറിയാച്ചൻ തന്നെ ജയിക്കും. ആ അമ്മാനമാടി കളിച്ചു രസിക്കുന്ന കാറ്റിന്റെ കൈകളിൽ പൊങ്ങിയും മുങ്ങിയും നിലവിട്ടു പിടിവിട്ടു താഴേക്കു പോകിലും 150 മില്ലി അടിക്കാനുള്ള വക ആലോചിച്ചപ്പോ മനസ്സിൽ തെളിഞ്ഞ മുഖം കുടുകുടുപ്പനെ വന്ന് നിൽക്കുന്നു. ഇതാണ് മാഷെ പൊരുത്തം. ചെറിയ ചമ്മാവൂ, ശമ്പളം മേടിച്ചിട്ട് 10-20 ദിവസം ആയേ. എന്നാലും വിനയ മാഷെ കാണും. അന്യനാട്ടുകാരനെ ഞാനിവിടെ പെടാപ്പാട് വെട്ടിട്ട് വേണം അവിടെ കഴിയാൻ. പിന്നെ എനിക്ക് 150 വാങ്ങിച്ചാന്ന് വിചാരിച്ചു വിനയ മാഷക്ക് മുടിഞ്ഞു പോകുന്നില്ല. ഇല്ലാഞ്ഞിട്ടല്ലേ മാഷെ. എന്നിട്ടിന്ന് കേസിന് പോയത് ഞാൻ അറിഞ്ഞല്ലോ. അയ്യോ, അതാ ദേവുവിന്റെ കുണ്ടിയ പൊട്ടിച്ച് കിട്ടിയ കാശുകൊണ്ടാ. പിന്നെ എന്റെ സസ്പെൻഷൻ ഒന്ന് പിൻവലിച്ചോട്ടെ. വിനയ മാസ്റ്റർ മാത്രമല്ല എല്ലാവരുടെ കടവും ഞാൻ വീട്ടുന്നുണ്ട്. ആ ശരി, കയറിയട്ടെ. പിന്നെ കവിത ചൊല്ലി കേൾപ്പിക്കണം. ഞാൻ ഏറ്റെന്ന്. വണ്ടി വിട്ടോ?
അമാനവാടി കളിച്ചു രസിക്കുന്ന കാറ്റിന്റെ കൈകളിൽ പൊങ്ങിയും മുങ്ങിയും നിലവിട്ടു പിടിവിട്ട് താഴേക്ക് പോകിലും ഉള്ളിന്റെ ഉള്ളിലൊരു ദുഃഖസാഗരം തിരയടങ്ങിടാതെ ചീറിയടിക്കിലും ഒരു തുള്ളി കണ്ണീർ പൊഴിക്കാതെ ഒരു തത്ത നിശ്വാസം ഉതിരാതെ ഒരു നാളും ഒഴിയാതെ പുഞ്ചിരിക്കൊള്ളുന്നൊരപ്പൂപ്പൻ താടി ഒരുപാട് സമയമായി. ചെറിയച്ചമ്മ വന്നിട്ട് മാഷ് പോയിക്കോ. ഒരമ്പ തുടങ്ങി വന്ന്. ഇന്ന് ഇച്ചിരി കൂടുതല. ഞാൻ കൊണ്ടുപോയി വിടാം. വന്നേ. മാഷ് പട്ട വാങ്ങിച്ചെന്ന് എന്റെ ദുഃഖാകത്തി. പകരം ഞാൻ കവിത ചൊല്ലി കേൾപ്പിച്ച് മാഷ ലഹരി പിടിച്ചു. നമ്മുടെ കരാർ ഇവിടെ തീർന്നു. ആ പിന്നെ കാശ് അത് ചെറിയാച്ചന്റെ കൈ വരുമ്പോ തരും കേട്ടോ. ഒരമ്പ ഈ കണ്ടീഷനിൽ ഞാൻ ഇവിടെ വിട്ടിട്ട് പോവില്ല. എഴുന്നേറ്റ്. വേണ്ട വേണ്ട. പിന്നെ ഞാൻ വിളിക്കുന്നത്. പിന്നെ മാഷായോണ്ട് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കുഞ്ഞമ്മാവൻ എന്നെ മനസ്സിലായോ? റോസി. റോസി മോൾ, നിങ്ങൾ തിരുവനന്തപുരത്തായിരുന്നപ്പോ ശ്യാമയെ ലോ കോളേജ് ചേർക്കാൻ വന്നപ്പോഴാ നിന്നെ അവസാനമായി കണ്ടത്. അന്ന് നീ എത്ര കുഞ്ഞായിരുന്നു. അമ്മ എന്റെ കോളേജ് അഡ്മിഷന്റെ കാര്യം എന്തായിന്ന് ചോദിക്കാൻ വിട്ടതാ. ഞാൻ മാനേജ്മെന്റിൽ പിടിച്ചിട്ടുണ്ട്. മിക്കവാറും തിങ്കളാഴ്ച ശരിയാവും. ആട്ടെ, നീ വീടെങ്ങനെ കണ്ടുപിടിച്ചു മോളെ? കുഞ്ഞമ്മാവിനെ ശ്യാമേച്ചയും ചോദിച്ചാ ഈ നാട്ടിൽ ആർക്കാ അറിഞ്ഞൂടാത്തത്? ഓട്ടോക്കാരൻ നേരെ ഇവിടെ കൊണ്ടുവിട്ടു. റോസി മോളെ, കുഞ്ഞമ്മാന് ധൃതിയുണ്ട്. ശ്യാമേ, റോസി ഈ വീട്ടിൽ ആദ്യമായിട്ട് വരിക. അവളെ കാര്യമായിട്ട് സൽക്കരിച്ച വിടാവൂ. പോട്ടെ മോളെ. ശരി. വാ. ശ്യാമേച്ചി നല്ല ആളാ. ഞങ്ങള് വന്നു എന്നറിഞ്ഞിട്ട് അവിടം വരെ ഒന്നും വരാൻ തോന്നിയില്ലല്ലോ. അമ്മയെ സുരേട്ടനും പറയുന്ന കേട്ടു. അത്ര കാണുമെന്ന് മോഹമുള്ളവർക്ക് ഇങ്ങോട്ടും വന്ന് കാണാലോ. നിന്റെ സുരേട്ടൻ പോലീസ് ആണെങ്കിലേ ഞാൻ വക്കീല. അപ്പൊ പിണക്കം സുരേട്ടനോടാ. ട്രാക്കിലൊന്ന് വീണോട്ടെ ശ്യാമേച്ചി, എന്നിട്ട് പോരെ പിണക്കവും പറ്റും. നീ വിട്ട് കൊള്ളാലോ. കൺട്രോൾ റൂം എസ്പി വിളിക്കുന്നു. മെസ്സേജ് ഉണ്ട്. എസ് ഐ ഇല്ലേ? ഓവർ. സാർ. ഇല്ല സാർ. ഓവർ. വല്ല പ്രശ്നമുണ്ടോ? ഓവർ. കാളിയന്റെ ഗുണ്ടകൾ ഇവിടെ അടുത്തൊരു തടിമില്ലിൽ കുഴപ്പമുണ്ടാക്കുന്നു. ഓവർ. ഫോഴ്സ് പോയിട്ടില്ലേ? ഓവർ. സാർ, എസ് ഐ തനിച്ച് മതിയെന്ന് പറഞ്ഞാ പോയത്. ഓവർ. എന്തത്? MLA-യുടെ എഴുത്താ. എന്റെ ആൾക്കാർക്കെതിരെ നടപടി എടുക്കരുത്. സാറേ, ചവിട്ടേറ്റ പാമ്പാണ് ഞാൻ. അവസരം കിട്ടിയാൽ തിരിച്ചു കൊത്തും. ഓർത്തിരുന്നോ?
അവന്മാരെ പിടിച്ചകത്ത് എടാ 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 നീ ആരടാ ബെൻ ജോൺസണോ എടാ ചേപ്പിലെ കുന്നുപോലുണ്ടല്ലോ അവന്റെ മസിൽസ് നിന്നെ കുറെ കാലായടാ ഞാൻ തെരഞ്ഞു നടക്കുന്നത് എടാ ഇടിച്ചിട്ട് യേശുന്നില്ലേടാ ഇവിടെ വാ എടാ രണ്ടാളോടും കൂടിയാ പറയുന്നത് ഇടി ഇവിടെ തീർന്നില്ല അത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് വരുന്നുണ്ട്. കുറെ കാലായി കയ്യിന്റെ തരിപ്പം തീർത്തിട്ട്. അതെ തീർത്തോളി ഇതുവരെ ബിലാലിനെ പിടിച്ച മാതിരി ഒഴിഞ്ഞു ഒഴിഞ്ഞ് കളിക്കായിരുന്നു. ഇപ്പൊ അല്ലടാ പിടി കിട്ടിയത്. ഇവിടെ വാടാ. ഇതിന്റെ വൈരാഗ്യം വെളിയിൽ വെച്ചെങ്ങാൻ എന്നോട് കാണിച്ചാൽ എന്റെ കുടുംബാണ് അത് നടത്തു ഓ